മഴുതിരി കത്തിക്കാണ് കത്തിച്ചോട്ടെ, രസല്ലേ. ഇഷ്ടപ്പെട്ട കളറ്, ഇഷ്ടപ്പെട്ട ചുരിദാറ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. നൂറോ എന്തില്? എല്ലാ കാര്യത്തിലും ഏതെങ്കിലും ഒരു 3 പോയിന്റ് പറയണം. മക്കളുടെ കാര്യത്തിന്, ഭർത്താവിന്റെ കാര്യത്തിന്, എല്ലാ കാര്യത്തിലും. 50 വയസ്സ് വരെ അവള് നല്ല ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇനി അവൾക്ക് നല്ല ഒരു കാലം, കുറച്ചു കാലം കൂടി നല്ല സുഖമായിട്ട് നോക്കിയുള്ള സർവേഷണം കൊടുക്കട്ടെയാണ് പ്രാർത്ഥിക്കുന്നത്. നീ പറഞ്ഞു, നീ പറ. മാമാന്ന് പറയുകയാണെങ്കിൽ മാമ ഭയങ്കര ബോൾഡാണ്. പിന്നെ എല്ലാ കാര്യവും ഭയങ്കര ഡിസിഷനൊക്കെ എടുക്കാന്ന് പറയുമ്പോ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഭയങ്കര മോഡേൺ ആണ്. എല്ലാം കൊണ്ട് അടിപൊളിയാണ് മാമ. സുന്ദരിയാണ്, സ്വഭാവിയാണ്, എല്ലാം കൊണ്ട് അടിപൊളിയാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഭയങ്കര ബോൾഡാണ്. ഇപ്പൊ എന്ത് കാര്യങ്ങളും സംസാരിക്കുകയാണെങ്കിൽ, ആരും സംസാരിക്കാനാണെങ്കിൽ അമ്മ അതിന് റെഡിയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ എനിക്ക് നല്ലൊരു റോൾ മോഡൽ തന്നെയാണ് അമ്മ. ചെയ്യും ഞങ്ങളെ കാര്യങ്ങള് ഞങ്ങളെ സെറ്റാണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അവസരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഈ മാസ വാടക പോയി കൂട്ടുകാരന് തന്നെയാണോ പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? ഞങ്ങളൊരു വേറൊരു വീട്ടിൽ പോയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ജേർണലിസ്റ്റ് ആണോ? അല്ല അല്ലേ? ജേർണലിസ്റ്റ് ആവാമല്ലേ? അമ്മയാണ് എന്റെ A to Z എല്ലാം നോക്കണത്. അതെ, എനിക്കിപ്പോഴും ഒന്നും അറിയില്ല. ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരുന്ന അമ്മകാരനെ. അതല്ല എല്ലാ കാര്യങ്ങളും അമ്മയെ നോക്കണേ. അപ്പൊ കോളേജിൽ പോണ കാര്യമായാലും അമ്മയെ നോക്കണേ. കോളേജിൽ പോണ എല്ലാ കാര്യങ്ങളും അമ്മ തെറ്റേക്കില്ല. വെറുതെ കിട്ടുന്നവർക്ക് പറയാനുള്ളത്, എന്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തുറന്നു പറയാനോ എന്തെങ്കിലും വിഷമം പറയാനോ ആകെ ഉള്ളത് എന്റെ മാമയും. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതിനേലും കൂടുതൽ ഇനി ഒന്നും ഇതിൽ പറയാനില്ല. ജീവിതത്തില് ഇത്രയും സന്തോഷമുള്ള ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണെന്നുള്ളൂ എനിക്ക് ഇത്രയും. എന്റെ ചേച്ചിയുടെ മക്കള്, പിന്നെ എന്റെ കൂടപ്പുറപ്പുള്ള പോലെയാണ് എന്റെ മോളിലെ എന്റെ പിള്ളേര് ശബരി, രാജു. അത് മക്കളില്ല, അവരുടെ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ശരീരത്തിൽ എനിക്ക് കുളിര് കോരിന്നതിനെ പറയാം. അവർ പറഞ്ഞു ഇതിലൊരാളേക്ക് മിസ്സാവുണ്ട് ഇവിടെ, സാജിത്ത് ബ്രോ. അത് വീട്ടിലേക്ക് പോയിക്കാണ്. പിന്നെ എന്റെ ഏറ്റവും എനിക്ക് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഞാൻ കിടന്ന് ഓടുന്നു, എന്റെ മക്കള് പറഞ്ഞ മാതിരി എന്റെ ഓട്ടത്തില് ഞാൻ കുറെ ഓടുമ്പോ എന്റെ പിന്നിൽ ഓടാൻ എനിക്കൊരാളുള്ളത് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ ആളുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ടുള്ളതാണ് എനിക്ക് ഇത്രയും കാലം ഇവിടെ വരെ എത്താൻ സാധിച്ചത്. തന്നെയാണ് എനിക്കും. ഞാൻ ഓടാൻ പറ്റുന്നതിന്റെ എത്ര ദൂരം ഓടാവുന്നോ അത് ഞാൻ മാക്സിമം ഓടും ഒരു ദിവസം. റെസ്റ്റ് എടുക്കുന്ന പരിപാടി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വന്നതില് ഏറ്റവും അധികം സന്തോഷം എനിക്ക് എന്റെ ചേച്ചി വന്നതിലാണ്.
ഞാൻ കരയണോ എടുക്കല്ലേ